പാത്തൂസേ. ഇക്ക നോക്കിക്കേ, നമ്മുടെ മോനെ തിരിച്ചു കിട്ടി. ഉമ്മ. കരയല്ലേ ഇക്ക, നിങ്ങൾ കരയുന്ന എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്കെപ്പോഴും ആ ചിരിച്ച് സംസാരിക്കുന്ന ഇക്കയാ ഇഷ്ടം. എന്തിനാ പാത്തൂസേ, എന്തിനാ സ്വന്തം ജീവൻ പോകുമെന്ന് അറിഞ്ഞിട്ടും? ഇക്ക, ഇവനെ പ്രസവിക്കാൻ പോകുമ്പോ ഉണ്ടായിരുന്ന അതേ ധൈര്യം മാത്രമേ ഞാൻ ഇപ്പോഴും കാണിച്ചുള്ളൂ. അന്ന് തിരിച്ചു വരുമോന്ന് ഉറപ്പില്ലാഞ്ഞിട്ടും ഞാൻ അന്ന് പോയത്. എനിക്കെന്തേ മക്കളെ കിട്ടാനായിരുന്നു. ഇന്നും ഞാൻ ഇറങ്ങിയത് എനിക്കെന്തേ മോനെ കിട്ടാനായിരുന്നു. എല്ലാം ഒരു ധൈര്യം തന്നെയാണ് ഇക്ക. ഇക്ക, എന്റെ ബാഗിൽ നിന്നും ആ ഫോട്ടോ ഒന്ന് എടുത്തു തരൂ. ആ ഫോട്ടോ ഇനി നിങ്ങൾ സൂക്ഷിക്കണം ഇക്ക. അപ്പൊ നിങ്ങൾ എന്നെ ഒന്നും മറന്നു പോകില്ല. എന്റെ പൊന്നുണ്ണികളെ, എന്നെ ജീവനോടെ വിടുമെങ്കിൽ ഒരു സത്യം തുറന്നു പറയാം. ഇത്രയും കാലം നിഴലിൽ കുഴിച്ചിട്ട ആ രഹസ്യം. സാറേ, ഈ തെണ്ടി ചത്തിട്ടില്ല. സാഹിത്യം പറയാതെ പെട്ടെന്ന് പറഞ്ഞു തുലക്കേടാ, എന്നിട്ട് വേണം ബാക്കി അടി തുടങ്ങാൻ. ഇത് ശരിക്കും മൈദപ്പൊടിയാ. ഞാനൊരു ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂട്ടി അടിക്കാൻ പൊറോട്ടയ്ക്ക് മാറ്റിവെച്ച പൊടിയാ. പാത്തൂസേ, അത് മൈദപ്പൊടിയാണെന്ന്. ഇക്ക, പാത്തൂസേ. അടിപൊളി. അപ്പൊ കുട്ടിയേം കിട്ടി, പാത്തൂസിനെയും കിട്ടി. സാറേ, ഇവനെ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ വിട്ടോ, ഞങ്ങൾക്ക് ഇവനെ കൊണ്ട് കുറച്ച് പരിപാടിയുണ്ട് ബാക്കി. അല്ലടാ പിള്ളേരെ? പിന്നല്ല. പാത്തോസേ, വാ, നമുക്ക് തിരിച്ച വീട്ടിലേക്ക് പോവാ. ഹലോ ഫ്രണ്ട്സ്, പാത്തോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹമാണ് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. എന്നെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. ബൈ.